തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. നിനക്ക് എന്നോട് പ്രേമല്ലേ? ആവശ്യമില്ലാത്ത കാര്യം പറയാതെ ഞാൻ പോവാ. തണുത്ത മൺചുരങ്ങളിതുവഴി മെല്ലെ വന്നൊരുങ്ങ തന്ന കരൾമിഴിയേ നിന്റെ ഈ മിഴികളില് ഒരു പ്രണയമുണ്ട്. അതൊരു സാധാരണ പ്രണയമല്ലെന്നും ഞാൻ അറിയുന്നു. നിന്റെ കണ്ണുകൾ പറയുന്നത് എനിക്ക് കേൾക്കാം. അനു, നീ എന്താ എന്നിങ്ങനെ നോക്കുന്ന? നിന്നോളം നിറമുള്ള ഒരു പൂക്കളെ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ ഈ കണ്ണോളം തെളിച്ചുള്ള ഒരു പുഴകളുമില്ല. ജീവശാഖിയിൽ പെയ്തലിഞ്ഞുവെന്നോ ഈ തണുത്ത മൺചുരങ്ങളിതുവഴി മെല്ലെ വന്നൊരുങ്ങ തന്ന കരൾമിഴിയേ വിട്, അവര് വരും. അനു, നിനക്ക് പോവാൻ കഴിയൂ? ആരവ്, ഞാൻ പറഞ്ഞില്ലേ. ഇവൾക്ക് എന്തു പറ്റി? ഇതേ സംഗതി മറ്റേ സുഖിടാൻ തോന്നുന്നു. ബാ ചോദിക്കാം, ബാ.
അനു നീ എന്താടി സ്വപ്നം കണ്ടോണ്ടിരിക്കയാണോ? അല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരുന്നതാ. നീ ആരാടി സ്വപ്നം കണ്ടോണ്ടിരുന്നേ? ഞാനൊരു സ്വപ്നം കാണാനാ. ആ നിക്ക് ഏതോ കുട്ടിക്കുറുമ്പൻ നിന്റെ മനസ്സിൽ വന്നു കയറിയ പോലെ ഉണ്ടല്ലോ. ആരടിയ കുട്ടിക്കുറുമ്പൻ? അങ്ങനൊന്നുമില്ല, ചുമ്മാ അനാവശ്യ കാര്യങ്ങളൊന്നും പറയല്ലേ. ഏയ്, ഇവക്ക് അങ്ങനൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഇവളാക്കാര് നമ്മളോട് പറഞ്ഞേനല്ലോ. നീ ആരെവിടെ കോഫി കൊടുക്കാനല്ലേ ഇങ്ങോട്ട് വന്നേ? എന്നിട്ട് ഇതുവരെ അവന് കോഫി കൊടുത്തില്ലേ? അത് പിന്നെ ഞാൻ കോഫി ഇട്ട് വന്നപ്പോഴേ ആരവനെ കണ്ടില്ല. എത്ര നേരമായിട്ട് അവനെ കാത്തിരിക്കുന്നു, അവനെ കാണണ്ടേ? അല്ല, അതിന് ആരെവിടെ പോയി? എനിക്കറിയില്ല. ആർക്കറിയാം? പുറത്തിറങ്ങി നടക്കണം അവനോട് പറഞ്ഞ കേക്കണ്ടേ? ആരെങ്കിലും കണ്ട എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? എടാ, നീ എന്തിനാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? പുറത്ത് പ്രശ്നങ്ങൾ നിനക്ക് അറിഞ്ഞൂടെ? ലുക്കൌട്ട് നോട്ടീസിലായ ഒരുത്തനാ നീ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നേ. ആരവേ, ഇത് കൈവിട്ട കളിയാണേ. ഞാനിപ്പോ പുറത്തിറങ്ങി പോയപ്പോ ആരും എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ. അതെ, നീ ആരെ ശ്രദ്ധപ്പെട്ട് കാണില്ല, അതാ നീ രക്ഷപ്പെട്ടത്. ഓ പിന്നെ അവൻ വന്നു കയറിയ ഉടനെ നിങ്ങൾ അവനെ വഴക്ക് പറയാതെ. ആരവ്, ഞാൻ നിനക്ക് കോഫി എടുത്തുതരാം. ധാരവേ കോഫി. താങ്ക്സ്. നീ കോഫി കിട്ടിയതിന് താങ്ക്സ് പറയേണ്ടതേ എന്നോടല്ല, ഏ? അനുവിനോടാ. ഇവളുടെ കോഫി കുടിക്കാതെ കഷ്ടപ്പെട്ട് ഒളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതാ നിനക്ക് തരാൻ വേണ്ടി. നീ ഇവളോട് താങ്ക്സ് പറ. താങ്ക്സ് അനു. നീ കോഫി കുടിക്ക്, ഇപ്പൊ തന്നെ തണുത്തിട്ടുണ്ടാവും. അയ്യോ, റീന മാം ആണല്ലോ. മാം എന്തിനാ വിളിക്കുന്ന? റിംഗ് ടോൺ കേട്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. അതെന്താടി, റിംഗ് ടോണിന്റെ ഭാഷ നിനക്കറിയാവോ? നീ ഹൗസ് ക്യാപ്റ്റൻ അല്ലേ, എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും വിളിക്കുന്നത്. നീ എടുക്ക. നീ കോൾ എടുക്ക. ഹലോ മാം, നിങ്ങൾ 5 പേരും ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് വരണം. എന്താ മാം കാര്യം? കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ നിങ്ങൾ വരികയുള്ളൂ. മാം നല്ല ചൂടിലാണല്ലോ. മാമിന് നമ്മളോട് എന്തോ ഒരു കലിപ്പുണ്ട്. മാം ഇപ്പൊ തന്നെ വരണോ? ഇപ്പൊ വരാൻ എന്താ അസൗകര്യം? അതെ, നമ്മളൊക്കെ പഠിക്കാന്ന് പറ. അതിന് പഠിക്കാമല്ലോ, സംസാരിച്ചോണ്ടിരിക്കല്ലേ. അതൊക്കെ പറ. നിന്റെ ശബ്ദം മാം കേക്കില്ലേ?